2026 തെരഞ്ഞെടുപ്പിൽ വലിയ ലക്ഷ്യമിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് കന്യാസ്ത്രീകളുടെ പ്രശ്നം വരികയും അത് അദ്ദേഹത്തെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കിയിട്ടുണ്ടോ? അത് പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളുമായി ബന്ധപ്പെട്ടല്ല, ഈ ഹിന്ദു വോട്ടുകളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ. കാരണം നിലവിലെ ഹിന്ദു വോട്ടുകൾ കാരണം ആ വോട്ടുകളെ ഈ രാജീവിൻ്റെ നിലവിലെ ചില തീരുമാനങ്ങൾ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ചർച്ചയുണ്ടല്ലോ. കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനാവുമോ എന്ന ചിന്തയിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന BJP ചെയർമാൻ, CPJ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. എക്കാലത്തും കേരളത്തിലുള്ള ഒരു കോർ പ്രോ BJP വോട്ട് ബാങ്ക് ഉണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ, നഗരപരിധിയിൽ ശക്തമായ BJP ആഭിമുഖ്യമുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മതപരിവർത്തനം ഒരു കാരണവശാലും BJP പ്രോത്സാഹിപ്പിക്കരുത്. Status quo to be maintained, not only in Kerala but outside Kerala also. ഈ പശ്ചാത്തലത്തിലാണ് മനുഷ്യക്കടത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ബജ്റാംഗ് ദളാണ് അവിടെ ആരോപണ വിധേയമായിരിക്കുന്നത്. അവിടെ ബജ്റാംഗ് ദളിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലല്ല, മറിച്ച് കന്യാസ്ത്രീകളുടെ ഭാഗം ശക്തമായി പിടിച്ചുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പൊതു മനസ്സിൽ കൽബിൽ ഒരിടം. ഇതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഛത്തീസ്ഗഡിലെ BJP നേതൃത്വം മതപരിവർത്തനം നടന്നു, മനുഷ്യക്കടത്ത് നടത്തുമെന്ന് പറയുമ്പോൾ രാജീവ് തുറന്നു പറയുകയാണ് അവർ കുറ്റക്കാരല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ചെകുത്താനും ചെങ്കടലിനും മധ്യേപ്പെട്ട അവസ്ഥയിലാണ് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഒരു മനസ്സൊന്ന് അളക്കാൻ നോക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രസിഡന്റാണ്. ഇവിടുത്തെ നേതാക്കളെ പൂർണ്ണമായി പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. സംസ്ഥാനത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഏറെക്കാലം സംസ്ഥാനത്തിന് വെളിയിൽ നിന്ന ഒരാളെന്ന നിലയിൽ മനസ്സിലാക്കുന്നതിന് പരിമിതികളുണ്ട്. അദ്ദേഹത്തിന് ഉപദേശകർ ഇപ്പോഴും ഫോം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിലും പെടാതെ അദ്ദേഹം നിൽക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിർണായക ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നു. അവിടെ നമ്പേഴ്സ് ഗെയിം. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, പൊളിറ്റീഷ്യൻ മാത്രമല്ല, ഈസ് എ ബിസിനസ് മാൻ, പക്ക ബിസിനസ് മാൻ, സക്സസ്ഫുൾ ബിസിനസ് മാൻ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. രാഷ്ട്രീയത്തെക്കാൾ വിജയിച്ചത് പലരും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം അദ്ദേഹത്തിന് എങ്ങനെയാണ് വഴങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരം നല്ല പോരാട്ടം തരൂരിനെതിരെ കാഴ്ചവെച്ചു. രാജീവ് ചന്ദ്രശേഖർ ആയതുകൊണ്ടാണ് കേവലം 16,000 വോട്ടിന് മാത്രം പരാജയപ്പെട്ടത്. വിജയത്തോളം പോകുന്ന ഒരു പരാജയം. ഇവിടെ നമ്പേഴ്സിൻ്റെ ഗെയിം. ബിസിനസ്സുകാർക്ക് എപ്പോഴും ലാഭം എന്നതാണ് ഒരു വിഷയം. ആ ലാഭക്ഷമത നോക്കുമ്പോൾ 18% വരുന്ന കേരളത്തിലെ ക്രൈസ്തവ ജനസാമാന്യത്തിൻ്റെ ഒരു അനുഗ്രഹാശിസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാനാവൂ എന്ന ഒരു പൊതു ചിന്ത. അവിടെ നിന്നുകൊണ്ടാണ് ക്രിസ്ത്യൻ ചർച്ചസ് ഏതാണ്ട് ഒരേ സ്വരത്തിൽ തന്നെയാണ്. ഇപ്പം ക്രൈസ്തവ സംഘടനകൾ, ഒരുപക്ഷെ പള്ളിയുമായി അകന്നു നിൽക്കുന്ന ചില സംഘടനകൾ ഉൾപ്പെടെ, സംഘടനകൾ ആരും തന്നെ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമത്തെ അനുകൂലിച്ചില്ല. എല്ലാവരും തന്നെ കന്യാസ്ത്രീകളുടെ ഭാഗത്താണ് ന്യായം. അവർ ന്യായമായത് ചെയ്തു. അവർക്കൊരു 2-3 പെൺകുട്ടികൾക്ക് ജീവിതം നൽകാൻ, ജോലി കൊടുക്കാനായി കൊണ്ടുപോയി. അത് ഒരു പ്രത്യേക ദുഷ്ട ഉദ്ദേശത്തോടു കൂടി ബജ്റാംഗ് ദൾ ചാടി വീണു. അത് വലിയ ഒരു വിവാദമാക്കി മാറ്റി. അത് ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയത്തിൽ BJPക്ക് ഗുണം ചെയ്യും, സംശയമില്ല. BJPയുടെ നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സിലെ ഒരു ഹബ്ബാണ് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ഒക്കെ. അവിടെ ഇതൊരു വിഷയം തന്നെയാണ്. കൺവേർഷൻ ഇസ് എൻ ഇഷ്യൂ. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊരു വിഷയമാണ്. ആ വിഷയം ഇപ്പോൾ കണ്ട റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ട ആ രംഗങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. അതൊരു വിഷയമാണ്. ആ വിഷയം ഗൗരവമായി ഈ BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നിലനിൽപ്പ് തന്നെ ആൻറ്റി കൺവേർഷനിസത്തിൽ, വനവാസി കല്യാണ യോജന ഉൾപ്പെടെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് ട്രൈബൽ പോപ്പുലേഷനിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്കുള്ള മാസ് കൺവേർഷൻസ് അത് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ആയി നടക്കുന്നു. അത് അവിടെ അനുവദിക്കില്ല. അതൊരു നയമാണ്. പക്ഷെ കേരളത്തിൽ ആ നയമില്ല. കേരളത്തിൽ ആ രീതിയിലുള്ളൊരു ബിൽഡപ്പ് ഇല്ലെന്ന് ഓർക്കണം. ഇവിടെ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ രണ്ടാണ്, ഇസ്ലാം ആൻഡ് ക്രിസ്ത്യൻ. 26% വരുന്ന മുസ്ലിം, 18% വരുന്ന ക്രിസ്ത്യൻ. ഇസ്ലാമിൽ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് പ്രതീക്ഷിക്കാനില്ല. അല്ല എങ്കിൽ തന്നെ ദർശനമൊക്കെ കിടക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ മാത്രം വോട്ട് ചെയ്യും. പക്ഷേ ക്രൈസ്തവരുടെ കാര്യം അങ്ങനെയല്ല, വലിയ പ്രതീക്ഷയാണ്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടുപേരെ
വിടുകയാണ്, ഛത്തീസ്ഗഡിലേക്ക് സംസാരിക്കാനായി വിടുകയാണ്. അനൂപ് ആന്റണി എന്ന ജനറൽ സെക്രട്ടറിയെയും ഷോൺ ജോർജ് എന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും വിടുകയാണ്. അദ്ദേഹം ഡൺ എ ഗുഡ് ജോബ്. ക്രെഡിറ്റ് എടുക്കുമ്പോൾ റോജി എം ജോൺ എന്ന കോൺഗ്രസ് നേതാവ് മാത്രമല്ല ക്രെഡിറ്റ് എടുത്തത്, അല്ലെങ്കിൽ പിന്നെ ഈ CPM വേണ്ടി അവിടെ പോയ ആളുകൾ മാത്രമല്ല ക്രെഡിറ്റ് എടുത്ത്, ഫോട്ടോയ്ക്ക് വേണ്ടി തിക്കി തിരക്കി നിൽക്കുന്ന കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ തിക്കി തിരക്കി നിന്ന് നമ്മളാണ് സാധിച്ചത് എന്ന് 3 കൂട്ടരും അല്ലേ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ബ്രിട്ടാസിന് അവസാനമായിട്ടും പരാതി ഉണ്ടായിരുന്നു, അവർ BJP നേതാവിന്റെ കാറിലാണ് കയറി. അതെ അതെ അല്ല, മുതലാക്കാവുന്നത് 3 കൂട്ടരെ മുതലാക്കിയെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ UDF LDF വിട്ടോളൂ, അവരത് ചെയ്യും. പക്ഷെ BJP എന്തിനത് ചെയ്തു? അവിടെ ചെന്ന് എന്തിന് ഇത് ന്യായീകരിച്ചു? ഇതാണ് ചോദ്യം. അപ്പം ഇവിടെ ഒരു കോർ ഹിന്ദു വോട്ട് ബാങ്ക് BJPക്ക് കേരളത്തിലുണ്ട്. 56% വരുന്ന ഹിന്ദു പോപ്പുലേഷൻ്റെ ഒരു ചെറിയ വിഭാഗം കട്ട BJP സപ്പോർട്ടേഴ്സ് തന്നെയാണ് ഇപ്പോൾ. അത് വർദ്ധിച്ചു വരുന്നു. കേരളത്തിൻ്റെ 20% വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുകയും 11 നിയമസഭാ സെഗ്മെന്റുകളിൽ BJP 1-ാം സ്ഥാനത്തും 9 എടുത്ത് 2-ാം സ്ഥാനത്തും എന്ന് പറയുമ്പോൾ ന്യായമായി 5 മുതൽ 10 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു വൈതരണി പ്രതിസന്ധി വരുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡിസിഷൻ മേക്കിംഗ് ഘട്ടമായിരുന്നു. അവിടെ അദ്ദേഹം എടുത്ത തീരുമാനം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു തീരുമാനമാണ്. താൽക്കാലികമായി അത് വിമർശിക്കപ്പെട്ടേക്കാം, പക്ഷെ ആത്യന്തികമായി സ്റ്റേറ്റ് BJPക്ക് അങ്ങനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ മുഖം ഇല്ല എന്ന് കാണിക്കാൻ ലഭിക്കുന്ന ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം എയിംസ് ഉള്ള ഒരു ജസ്റ്റർ എന്ന നിലയിൽ താൽക്കാലികമായി അടിപതറാൻ സാധ്യതയുണ്ട്. ഈ ക്രിസ്ത്യാനികൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ക്രിസ്ത്യാനികളുടെ വോട്ട് പൂർണ്ണമായിട്ടൊന്നും പ്രതീക്ഷിക്കാനാവില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയതുപോലെയുള്ള ഒരു അംഗീകാരം ഇനി കിട്ടാൻ സാധ്യതയില്ല. ഈ മുറിവുകൾ ഉണക്കപ്പെട്ടില്ല എങ്കിൽ. മുറിവുകൾ ഉണക്കപ്പെടും, കാലക്രമേണ മുറിവുകൾ ഉണക്കപ്പെടും. അതാണ്, മുറിവുകളൊന്നും തന്നെ ശാശ്വതമല്ല, ഇന്നത്തെ രാഷ്ട്രീയമല്ല നാളെ എന്നോർക്കണം. ഇവിടെ കളം നിറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നത് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റുകളാണ്. അവരുടെ മനസ്സിൽ പല ലഡുവാണ് ഒരുമിച്ച് പൊട്ടിയത്. നോക്കൂ, BJPയുടെ ശ്രദ്ധ ക്രിസ്ത്യാനികളിലേക്ക് തിരിയുമ്പോൾ മുസ്ലിം ജനസാമാന്യം അമ്പരം നിൽക്കുകയാണ്. അല്ലെങ്കിൽ മുസ്ലിം റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു റൈറ്റ് വിഭാഗവും സാധാരണ മിഡിൽ ഒരു ചിന്താഗതിക്കാരെ മുസ്ലിങ്ങളും അവരെങ്ങോട്ട് തിരിയണം? UDFലേക്ക് തിരിയണോ, LDFലേക്ക് തിരിയണോ എന്ന ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. ആ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ക്രൈസ്തവർ ഇനിയിപ്പോൾ BJPയോട് വലിയ ബന്ധം കാട്ടില്ല എന്ന ഒരു ചിന്ത. അപ്പം മുസ്ലിങ്ങൾ ആദ്യമായിട്ടാണ്, റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ക്രൈസ്തവ പ്രേമം തെരുവോരങ്ങളിൽ കാണുകയാണ്. തെരുവോരങ്ങളിൽ അത് കാണുന്നു. ആലിംഗനബദ്ധരായി നിൽക്കുന്ന സഹോദരന്മാരെ നമ്മൾ കാണുന്നു. ഒക്കെ നല്ല കാര്യങ്ങളാണ്, വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അതിന് പിന്നിൽ ഈ മാറി വരുന്ന പൊളിറ്റിക്കൽ ലീനിയൻസി അതൊരു ഫാക്ടറാണ്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രത്യേകമായ അദ്ദേഹം പിടിച്ചത് പുലിവാലാണോ, അദ്ദേഹം പിടിച്ചത് വലിയൊരു കിണങ്ങാക്കൊമ്പിലാണോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.